ഹായ് വെൽക്കം ടു ഗ്രീൻ ഒയാസിസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യാം. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് നമ്മളെ വീടിൻ്റെ മുൻവശം കുറഞ്ഞ ചിലവിൽ ഒരു പച്ചപ്പ് കൊണ്ടങ്ങ് നിറച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഈ കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് കേട്ടോ. ആസ്ട്രേസി സസ്യകുടുംബത്തിലെ ഒരു വള്ളിച്ചെടിയാണ് ഈ കർട്ടൻ ചെടി എന്ന് പറയുന്നത്. ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. പൂർണ്ണ സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണിത്. എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉള്ള പ്രദേശങ്ങളിലാണെങ്കിലും ഇത് വളരും. നല്ല നീർവാർച്ചയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും. അപ്പോൾ ഈ കർട്ടൻ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലും വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 45 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അലമാൻഡ പ്ലാന്റ് ആണ്. അപ്പോസൈനേസി എന്ന കുടുംബത്തിലെ ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് അലമാൻഡ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് അമേരിക്ക സ്വദേശിയാണിത്. നല്ല ഭംഗിയുള്ള വലിയ പൂക്കളുണ്ടാകുന്നതുകൊണ്ട് ഇതൊരു അലങ്കാര സസ്യമായിട്ടൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത്. മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ ഒരിനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ അലമാൻഡ പ്ലാന്റും. നമുക്ക് എല്ലാ സമയത്തും പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഒരുപാട് കെയറിങ്ങോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിഗസ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ളൊരു പ്ലാന്റാണിത്. എന്നാലും നേരിട്ടുള്ള കടുത്ത വെയിൽ ഒഴിവാക്കുക. ഭാഗികമായ തണലുള്ള സ്ഥലമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ണിൻ്റെ മുകൾ ഭാഗം ഉണങ്ങുന്നതിനനുസരിച്ച് ഇതിന് വാട്ടറിങ് ചെയ്താൽ മതി. ഓവറായിട്ട് നനയുന്നത് ഇതിൻ്റെ വേരുകൾ അഴുകിപ്പോവാനുള്ള കാരണമാകും. നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് മണലോ അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പ്ലാന്റ്സും നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 60 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അരേലിയ പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം മണൽ കലർന്നിട്ടുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ പ്ലാന്റ്സ് നേരിട്ടുള്ള സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് വളങ്ങളോ ഒന്നും വേണ്ട ഒരു ചെടിയല്ല ഇത്. വർഷത്തിലൊരിക്കൽ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതും ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബായ്.